ഇന്നൊരു കല്യാണ വീഡിയോ കണ്ടാലോ? ഇന്നെൻ്റെ വലിയ മാമൻ ഷെബിൻ്റെ കല്യാണമായിരുന്നു. തിരൂരിലെ മീശപ്പടിയിലുള്ള അമാനത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഹായ് ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ്ക്ക് സ്വാഗതം. അപ്പം നമ്മൾ ജ്യൂസ് കുടിച്ചു, ഇങ്ങനത്തെ സ്നാക്സ് കഴിച്ചു കേട്ടോ. ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇത്ത രണ്ടെണ്ണട്ടിക്ക് വെച്ചിട്ടോ. എൻ്റെ പെച്ചി കേട്ടത് ഇന്നലെ എൻ്റെ പെച്ചി കല്യാണത്തിന് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് അത് തിന്നിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അപ്പാനോട് പറഞ്ഞു, ഞങ്ങൾ നഗറ്റ്സ് കേക്കാട്ടോ. എനിക്കും കിട്ടി. ഈ സാരി ഇട്ടത് എൻ്റെ അമ്മമ്മേനെ കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മമ്മൻ്റെ ഒരു ഫ്രണ്ടിനെ വെച്ച് സംസാരിക്കും. ഞാൻ അവിടെ നിന്നും കണ്ട് ഞാൻ കുറച്ച് കേക്ക്. അപ്പം എൻ്റെ നിഹമ്മോളെ എടുത്ത് പിന്നെ ഞാൻ എൻ്റെ നിഹമ്മോളിലേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി. അവളുടെ ചെമ്മീൻ മേടിയിട്ടു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി നമ്മൾ പുതിയൻ്റെ അടുത്തേക്ക് മേലൊക്കെ പട്ടിനി ഇനി സ്റ്റെപ്പ് ഇറങ്ങാണ്ട് അങ്ങോട്ട് കയറിയിട്ട് താത്തൊക്കെ സ്റ്റെപ്പ് ഇറങ്ങാൻ കിട്ടും. അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങാണേ. അവിടെ വലിയ ഫാനുണ്ട് കേട്ടോ. വലിയതാണ്. അങ്ങനത്തെ ഫാൻ ഇവിടെ എവിടെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരും കണ്ടിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ വരെ കഴിച്ചു വരാണ്. ഞാനല്ല താത്ത എന്നിട്ട് എൻ്റെ താത്ത നാവ് നീട്ടി. ഇത് ഫറ. ഈ കുട്ടീൻ്റെ പേരൊക്കെ അറിയില്ല. പിന്നെ ഞങ്ങൾ താത്തക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഫറയും ഞാനും കൂടി അടിച്ച് കളിച്ചിരുന്നു കേട്ടോ. അവളിങ്ങനെ അടിക്കാൻ വരാണ്. അവൾക്ക് തന്നെ അടിക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞടി അടിച്ച് കണ്ട് പിന്നെ അവൾക്ക് തന്നെ അടിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഓട്ടമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നീച്ച് പോട്ടാ. എൻ്റെ നിഹമോള് ആദ്യം നീച്ചു. പിന്നെ എൻ്റെ പെച്ചി അവിടെ നിന്ന് കണ്ട് അലീസ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് അലീസ കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കി ഫസ്റ്റ്. പിന്നെ നല്ല രസമുണ്ട്. എൻ്റെ അമ്മച്ചിയും ടേസ്റ്റ് നോക്കിട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ. എനിക്കും എൻ്റെ അമ്മച്ചിക്കും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് പിന്നെ നമ്മളിതാ ഇങ്ങനെ എൻ്റെ പഞ്ചസാര. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പുതിയെന്ന് വരട്ടെ നമുക്ക് കാണണം. പിന്നെ അതാ പുതിയപ്പുറമൊക്കെ അവിടെ അതിലുണ്ട് കേട്ടോ. അതിങ്ങനെ പടക്കഴിഞ്ഞിട്ടോ പൊട്ടിക്കാത്ത കാണുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് അവരിങ്ങോട്ട് വരുമ്പോൾ പേപ്പറുകൾ കുഞ്ഞതാക്കിയിട്ട് അവർ ഇങ്ങനെ പറപ്പിക്കും. അപ്പം ഞങ്ങൾ ഇതാ നിലത്ത് ഇതട്ടോ. ഇത് ഷെബിക്കാക്കിയാണ് കേട്ടോ. ഷെബിക്കാക്കി ഹിബത്താത്തി. പിന്നെ നിലത്ത് ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ പൊടിയില്ല. എനിക്കത് പെറുക്കിയിട്ട് കണ്ട് കളിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ പെറുക്കിയിട്ട് കണ്ട് കളിച്ചിരുന്നു. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടോ. ഇനിയിപ്പോൾ സാധനം ഇടും. അതാ ഇനി 2 ഐറ്റം കളറായിട്ടാണ് കേട്ടോ ഇടുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആക്കിയത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഞാനാട്ടോ ഇങ്ങനെ ആക്കിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. കാണുമ്പോൾ തന്നെ ഒന്നുകൂടി കല്യാണത്തിൽ പോയിട്ട് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം നമ്മളിതാ ഇങ്ങനെ ആക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് കുറച്ചാക്കലൊക്കെ സ്റ്റേജിലേക്ക് കയറി. അപ്പം ഈ പോണത് സിഹയാണ്. അവളെ മാമൻ്റെ കല്യാണമാണ്.
അപ്പം നമ്മൾ പിന്നെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കും ആ കല്യാണം നടന്നുകൊണ്ടിരിക്കാണ്ട് കല്യാണം പരിപാടി ഇതാക്കിയതല്ലേ. പിന്നീട് പൊട്ടിക്കാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കൂടെ ഫ്ലവറുണ്ട് കേട്ടോ. ഫ്ലവർ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലുള്ള നിന്ന് പുക ഇങ്ങനെ വരഞ്ഞിട്ടു. അപ്പോൾ പിന്നെ സ്റ്റേജ് ഇങ്ങനെ പടക്കം. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചിട്ടോ. ഏറ്റവും വലത്തത്തെ പേപ്പർ ഇട്ട് കണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് എറിഞ്ഞ് കുറച്ച് കുട്ടികളൊക്കെ അറിയാത്ത കുട്ടികളൊക്കെ മേത്തേക്ക് എറിഞ്ഞിരുന്നു കേട്ടോ. നമ്മളെ പിന്നെ ഫോണമൊക്കെ ഇറങ്ങി എൻ്റെ ഉമ്മാൻ്റെ കേട്ടോ. പിന്നെ നമ്മളിതാ അങ്ങനെ ഇങ്ങനെ കളിക്കാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കളിക്കാൻ. അത് നിൽക്കുന്നത് ഷിലിപ്പാത്തിയാണ്. അവിടെ ഇങ്ങനെ ഈ കുട്ടീൻ്റെ പേര് കറിയില്ല. ഞാനവിടുന്ന് മറ്റൊന്നിങ്ങനെ പിറക്കിയെടുക്കണം. നല്ല രസമല്ല അങ്ങനെ. ഇതിൻ്റെ നീഹമ്മോളെ ഞാൻ ഫോണുമ്പോൾ കോതിട്ടോ. എനിക്കുള്ള പണിയാണ്. പിന്നെ നല്ല ഭംഗിയിട്ടാണ് ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ പെറുക്കിയെടുക്കും. ഞങ്ങൾ പിന്നെ അതിനൊന്നും പോവില്ല. എനിക്കിങ്ങനെ കുറവായിട്ട് എൻ്റെ രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തും രണ്ടെണ്ണമായിട്ട് പടക്കം പൊട്ടിച്ചിട്ടോ. ആദ്യം അപ്പുറത്തൊന്ന് ഇപ്പുറത്തൊന്ന്. ഇത് ആ ചോറിൻ്റെ പേരെന്തീന്ന്. പിന്നെ സബൊക്കെ വന്നു കേട്ടോ. സമാനമൊക്കെ ഉണ്ട്. ആപ്പി ഇപ്പച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഫോട്ടോ എടുക്കാൻ വന്നില്ല അവർ രണ്ടാളും. മൂത്തമ്മ സിയട്ടോ. അത് സ്നേഹമോളുണ്ട്. ഇതിൻ്റെ മാമന് മൂത്തമ്മ അമ്മായി ഇവർ രണ്ടുപേരും ട്വിൻസാണ്. രണ്ട് മൂത്തമ്മമാരാണ് കേട്ടോ. അത് ഇതിൻ്റെ അമ്മായി, ഇത് ഷെഫി, ഇത് ഉമ്മയും മൂത്തമ്മയും സാരി ഇട്ടത്. അവർ രണ്ടുപേരും ട്വിൻസാണ്. ഉമ്മാൻ്റെ വീട്ടിൽ 3 ട്വിൻസാണ്. 2 മൂത്തമ്മ, പിന്നെ ഉമ്മാൻ്റെ കൂടെ ഉള്ളത് 2 മാമന്മാർ. ഇതിലൊരു മാമൻ മരണപ്പെട്ടു. ഇതൊക്കെ കസിൻസിൻ്റെ മക്കളാണ്. എൻ്റെ നീക്കുട്ടിയുണ്ട്. ഇതാ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. അപ്പോൾ ഓരോരുത്തർ കരഞ്ഞോടും, ഓരോരുത്തരോടെ പിടിച്ചിരുത്തും. അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന പൂവൊക്കെ അവർ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബേബി എനിക്ക് ദോശപ്പൂ തന്നെ. ഇപ്പൊന്നും എനിക്കറിയില്ല. ആ വട്ടിട്ടത് എൻ്റെ മാമനർത്ത. ഇത് നോക്കി പിന്നെ നോക്കി എന്നെ കേക്ക് ആക്കിയിട്ട് ഇത് വേറെ ഇതിൻ്റെ ഉമ്മ ഉണ്ടാവും കാണിച്ചതാ. ആ പച്ചത്തത് എൻ്റെ ഉമ്മയിലെത്താ. ഇത് പഴക്കം. ഇത് വേറെ പോകും. ഇതിൻ്റെ ഇഷ്ടം
ഇത് സിൽത്താത്ത ഇത് നന്ദ ആ കൈ വേപ്പിച്ച ഇതില്ല സിൽത്താത്ത ഇത് സിൽത്തായ കാര്യം തൊട്ടും ഇതില്ല ഞാനില്ലേ ഒരു കാര്യം പറയട്ടെ ഇത് നമ്മളില്ല ഒരു കാര്യം ചെയ്യാൻ പോകും ഈ പട്ടദശത്തുന്നില്ലേ അല്ല ഇഞ്ചിന് വേബി തല്ലാതെ പോകില്ലത് ഞങ്ങൾക്ക് ചെറിയ കുട്ടികളൊക്കെ തോന്നില്ല ഇതല്ലാതും ഉള്ളത് പുന്നനൊക്കെ